ഫ്രണ്ട്, അന്നേ നമ്മളൊരു ഹെലികോപ്റ്ററിൽ പോയിരുന്നില്ലേ? അത് നിന്റെയാണോ? സ്വന്തം ഹെലികോപ്റ്റർ ആണോ? അതെ മോളെ. അപ്പൊ നിന്റെ കയ്യില് പാലസും ഉണ്ടോ? ബംഗ്ലാവൊക്കെ പോലെയുള്ള ശരിക്കുള്ള പാലസ് ഉണ്ടോ ഫ്രണ്ട്? സിഹി മോളെ, ഞാൻ നിനക്ക് പാലസും ഹെലികോപ്റ്ററും എല്ലാം കൊണ്ടുതരും. ഗുഡ് ഗേൾ അല്ലേ നീ? ഇപ്പോ മോള് പോയി കളിക്കേ. ഓക്കെ? എനിക്ക് ഇപ്പൊ തന്നെ നിന്റെ പാലസ് കാണാൻ തോന്നുന്നുണ്ട്. ഫ്രണ്ട്, ഇന്ന് എന്നെ അങ്ങോട്ട് കൊണ്ടുപോ ഫ്രണ്ട്. ഇന്ന് സൺഡേ, സ്കൂളില്ല. പ്ലീസ് കൊണ്ടുപോ ഫ്രണ്ട്, പ്ലീസ്. സിഹി, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. എല്ലാരെയും കഴിക്കാൻ വിളിക്ക്. ഇന്ന് അച്ഛന്റെ അമ്മയുടെ ആനിവേഴ്സറി എന്നുള്ള കാര്യം മറന്നോ നീ? നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് വച്ചല്ലേ? അപ്പൊ ഞാൻ ഉദ്ദേശിച്ചിരുന്ന ആളല്ല അശോക്. ദേശായി സാറിന്റെ പേരമകൻ റാമാണ്. അപ്പൊ പിന്നെ അശോക് ആരാണ്? ഒരു ക്ലാരിറ്റിയും കിട്ടുന്നില്ലല്ലോ. നോക്കി വണ്ടി ഓടിക്കണ കഴുതേ, എവിടെ നോക്കി നീ വണ്ടി ഓടിക്കുന്നേ? റോഡിൽ കൂടെ വേറെ വണ്ടി വരുന്നുള്ള ബോധമില്ലേ? അമ്മേ, ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷികാശംസകൾ. നിങ്ങൾ 100 കൊല്ലം സുഖമായിട്ടിരിക്കെ, സന്തോഷമായിട്ടിരിക്കെ. താങ്ക്സ് മോളെ. നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്കൊക്കെ മാതൃകയാ. എപ്പോഴും പരസ്പരം കൂടെ ഉണ്ടായിരിക്കണം. ഓ, ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടോ? ഈ വയസ്സാം കാലത്ത് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ മോളെ എന്ന് ഞാൻ ചോദിച്ചതാ. എല്ലാം അവള് റെഡിയാക്കിയിട്ടുണ്ട്. വെറുതെ ബുദ്ധിമുട്ടാനായിട്ട്. വയസ്സായാലും എന്താ സെലിബ്രേറ്റ് ചെയ്തൂടെ? ബന്ധങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിന് ഞങ്ങളുടെ ജനറേഷൻ നിങ്ങളാ മാതൃക. അങ്ങനെയുള്ളപ്പോ സെലിബ്രേറ്റ് ചെയ്യാതെ ഞങ്ങൾക്ക് പറ്റുമോ? ഹാപ്പി ആനിവേഴ്സറി അച്ഛാ. ഹാപ്പി ആനിവേഴ്സറി അമ്മ.
നിന്റെ സന്തോഷമല്ലേ ഞങ്ങളുടെ സന്തോഷം. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിർബന്ധമായിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കണം. സീത, എനിക്കിവിടെ മതി. ഞാനിവിടെ ഇരുന്നോളാം. സീതമ്മ, this is not fair. പ്ലീസ് ഇരുന്നോളൂ. സീത പ്ലീസ്. സീത പ്ലീസ്, എന്നോടൊരു സ്ട്രേഞ്ചറിനെ പോലെ പെരുമാറല്ലേ. ഇത് ശരിയല്ല കേട്ടോ. ഞാൻ തന്നെ പഴയ റാമ. But I cannot be the same Sita with you. പ്ലീസ് സർ, ഇരുന്നോളൂ. സീത, എന്നാ ഞാൻ ഇറങ്ങട്ടെ. താങ്ക്സ് ഫോർ ദ ലഞ്ച്. ഇറ്റ് വാസ് നൈസ്. സർ, സീത, താൻ എന്നോട് സംസാരിക്കാതെ ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും വിഷമം വരുന്ന എന്താണെന്നറിയോ? താൻ എന്നെ വീണ്ടും വീണ്ടും സാർ സാറെന്ന് വിളിക്കുന്നതാ. പ്ലീസ് സീത, കോൾ മീ റാം. ഇത്രയും വലിയൊരു സത്യം പുറത്തു വന്നിട്ടും നിങ്ങളെ പോലെ ഒന്നും സംഭവിച്ചില്ല എന്ന മട്ടില് പെരുമാറാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ ആരാണെന്ന് അറിയാതെയാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറിയത്, എസ്പെഷ്യലി എന്റെ മോള്. പക്ഷേ ഇനി ഇങ്ങോട്ട് വരരുത്. കമ്പനിയുടെ ബോസ് എംപ്ലോയീസുമായിട്ട് ഇത്രയും ക്ലോസ് ആയിട്ടിരിക്കുന്നത് സമൂഹത്തിന്റെ കണ്ണിൽ അത്ര നല്ല കാര്യമൊന്നുമല്ല. നിങ്ങൾക്കിത് മനസ്സിലാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പോയിട്ട് വാ. സീത പ്ലീസ്. താൻ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വരല്ലേ. താൻ എനിക്ക് വെറും ഒരു ഫ്രണ്ട് മാത്രമല്ല, കണ്ടപ്പോഴുമല്ല ഇപ്പോഴുമല്ല ഒരിക്കലുമല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് നിങ്ങളാണ്. ഞാൻ നിങ്ങളുടെ നല്ല ഫ്രണ്ട് ആയിരുന്നെങ്കിൽ സത്യം പറഞ്ഞിട്ടേ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ആക്കുള്ളായിരുന്നു. കള്ളു എന്തിനാ പറഞ്ഞത്? സീത, അത് ഓഫീസിൽ എന്തോ വലിയ ഫ്രോഡ് ആക്ടിവിറ്റി ഒക്കെ നടക്കുന്നുണ്ട്. പ്ലീസ് മതി, എല്ലാം കഴിഞ്ഞു. നിങ്ങൾ കള്ളം പറഞ്ഞതും കഴിഞ്ഞു, ആ സത്യം പുറത്തു വന്നതും കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും ഓരോ ന്യായം പറയുന്നതായിട്ട് എനിക്ക് തോന്നും. നിങ്ങൾക്ക് ഞങ്ങൾക്കിടെ വലിയ വ്യത്യാസമുണ്ട്. ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടൊന്നും അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. താനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. മീറ്റ് ചെയ്യിപ്പിക്കാനൊക്കെ പറഞ്ഞു. അന്ന് താൻ മീറ്റ് ചെയ്യിപ്പിക്കാനൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ വേണ്ട, തനിക്ക് നല്ലത് വരട്ടെ എന്ന് വിഷ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഞാൻ തലയിടാൻ വരില്ല. വിഷ് യു ദി ബെസ്റ്റ്. ഓ ഗോഡ് സീത, പ്ലീസ്, ദിസ് ഇസ് ടു മച്ച്. പ്ലീസ്, ഞാനിപ്പോഴും തന്റെ പഴയ ഫ്രണ്ട് റാമ. ദയവ് ചെയ്ത് താൻ മനസ്സിൽ നിന്ന് ഞാൻ തന്റെ ബോസാണ്, ദേശീയ കുടുംബത്തിലൊരു അംഗം എന്നുള്ള കാര്യമൊക്കെ ഒഴിവാക്കും പ്ലീസ്. എന്ത് കാര്യമാണെങ്കിലും അത് മനസ്സിൽ പതിയാൻ ക്ഷണനേരം മതി. പക്ഷെ അത് മനസ്സിൽ നിന്ന് പോവാൻ ഒരുപാട് സമയമെടുക്കും. ചിലപ്പോ അതൊന്നും പോവുകയില്ല. ഫൈൻ, ഐ ഗെറ്റ് ഇറ്റ്. യു നീഡ് സം ടൈം. തനിക്ക് എത്ര സമയം വേണോ അത്ര എടുത്തോ. പക്ഷെ നമുക്കിടയുള്ള ഫ്രണ്ട്ഷിപ്പ് കഴിഞ്ഞു എന്ന് മാത്രം പറയരുത്. ബിക്കോസ് താൻ എന്റെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണ്.
ഇങ്ങനെ പറയുന്നത് കൊണ്ട് ദേഷ്യവും തോന്നരുത്. വീണ്ടും ഇങ്ങോട്ട് വരാൻ നോക്കരുത്. ഒരുമിച്ചുള്ള ദിവസങ്ങളൊക്കെ കള്ളമായിരുന്നെങ്കിലും തന്ന ഓർമ്മകളൊക്കെ മനോഹരമാ. അതങ്ങനെ നിൽക്കട്ടെ പ്ലീസ്. ഫ്രണ്ട് പോവാണോ? ആ മോളെ ഇറങ്ങട്ടെ. എന്റെ സീതമ്മ നിന്നോട് പിന്നെയും കൊറേ ദേഷ്യപ്പെട്ടോ? കുറച്ച്. അതുകൊണ്ടാണോ നീ ഭക്ഷണം കഴിക്കാഞ്ഞേ? ഞാൻ ഭക്ഷണം കഴിക്കാറുന്ന കാര്യം നീ നോട്ടീസ് ചെയ്തല്ലേ? പറ ഫ്രണ്ട്. നോ അതുകൊണ്ടൊന്നും അല്ല മോളെ. ഇല്ല, നീ കള്ളം പറയുക. നീ സങ്കടം കൊണ്ട് ഭക്ഷണം കഴിച്ചില്ല ഫ്രണ്ട്. എനിക്കും അതെ. സീതമ്മ വഴക്കു പറഞ്ഞ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. യോ മൈ ലിറ്റിൽ ഗോഡസ്. ഫ്രണ്ട്, ഇത് നിനക്കുള്ളതാ. സീതമ്മ നിനക്ക് വേണ്ടി ക്യാരറ്റ് ഹലുവ ഉണ്ടാക്കിയതാ. നിനക്കിഷ്ടല്ലേ? നീ ശരിക്കും ഒന്നും കഴിച്ചില്ല. വീട്ടിൽ ചെന്നിട്ട് ഇത് കഴിക്കണം. ഓക്കെ അല്ലേ? താങ്ക്സ്. ആ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഫ്രണ്ട്. എന്താ? ഫ്രണ്ട്, നിന്റെ കുട്ടി എവിടെ? ഫ്രണ്ട്, നീ ഇന്ന് അവരെ മീറ്റ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞതല്ലേ? ആ എന്ത് ചെയ്യാന്, എന്റെ കുട്ടീനെ കുറച്ച് ദേഷ്യത്തില. ആണോ? സീതമ്മയെ പോലെയാണോ? പറ ഫ്രണ്ട്, നിന്റെ കുട്ടി ആരാണെന്ന്. നീയല്ലേ എന്റെ കുട്ടി? ഞാനോ? സത്യമായിട്ടും? സത്യമായിട്ടും. യു ആർ മൈ സ്വീറ്റ് ഗേൾ. സീ മോളെ, ഞാൻ ലേറ്റ് ആയി, ഞാനൊന്ന് ഇറങ്ങട്ടെ. ഫ്രണ്ട്, കുറച്ചു നേരം കൂടെ നിക്ക്, നമുക്ക് കളിക്കാം. ഇപ്പൊ വേണ്ട, അടുത്ത തവണ ഞാൻ വരുമ്പോ ഒരുമിച്ച് കളിക്കാം. ഓക്കെ? വരണേ, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും കേട്ടോ. സീത വരണ്ടെന്ന് പറയുന്നു, സിഹി വരാനും പറയുന്നു. ഞാൻ വന്ന ചിലപ്പോ സീതയ്ക്ക് ദേഷ്യമാകും. പക്ഷെ ഞാൻ വന്നില്ലെങ്കിൽ പാവം ഈ കുഞ്ഞു ഹൃദയം വേദനിക്കും. ഓ ഗോഡ്. ബൈ പൊന്നെ, ടേക്ക് കെയർ. ബൈ ഫ്രണ്ട്. നമ്മുടെ അപ്പുവിന് സക്സസ് പാർട്ടി കൊടുക്കുന്ന കാര്യം ഗ്യാരണ്ടിയാ. അതിന് എന്റെ വോട്ടുണ്ട്. ഐ എം വോട്ടിംഗ് ഫോർ ഇറ്റ്. നിങ്ങളൊക്കെ എന്ത് പറയുന്നു? എന്റെയും വോട്ടുണ്ട് ചേച്ചി. ഭാർഗവ്, എന്റെ കാര്യം നിനക്കറിയില്ലേ? പാർട്ടി എന്ന് വെച്ചാൽ ഐ എം ഓൾവേസ് റെഡി. പിന്നെ നമ്മുടെ റാമിന് വേണ്ടി കൂടി ആകുമ്പോ ഞാൻ ഡബിൾ വോട്ട് തരും. റാമിന് അവാർഡ് കിട്ടുന്നത് എനിക്ക് ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടുന്ന പോലെ തോന്നുന്നേ. രാവിലെ മുതൽ ശ്രദ്ധിക്കുന്നതാ. സെലിബ്രേഷൻ എന്ന് പറഞ്ഞ ആടി തിമിർക്കുവാണല്ലോ. ഈ ഭാർഗവി ഇതൊക്കെ ചെയ്യുന്നത് സക്സസ് പാർട്ടിക്ക് വേണ്ടിയാണോ അതോ പാർട്ടിയുടെ പേരും പറഞ്ഞ് ഇവളുടെ എന്തെങ്കിലും മുതലെടുപ്പിന് വേണ്ടിയാണോ? ഒരു പിടിയും കിട്ടുന്നില്ല. ദൈവത്തിന് പോലും അറിയാത്ത കാര്യമായത്. എന്തോ ഏട്ടന്റെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യാനാ? പാർട്ടി വെക്കുന്നതിന് ഇവിടെ റാമിന് വേണ്ടിയാ. അവന്റെ ഒപ്പീനിയൻ എന്താണെന്ന് ആദ്യം ചോദിക്കേ. അതല്ലേ ഇപ്പോൾ പ്രധാനം. രാമനെങ്ങാനും വേണ്ടാന്ന് പറഞ്ഞ അത് കേട്ട് നമ്മൾ വേണ്ടാന്ന് വെക്കാനാണ് ഉദ്ദേശം. മീഡിയ പോലും ഇതൊക്കെ ഇത്രയും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ദേശായി കുടുംബത്തിലെ മകൻ, അവന്റെ സക്സസ് നമ്മളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാതിരുന്ന എങ്ങനെയാ? അച്ഛനോട് പറയുന്ന കാര്യം ഞാൻ ഏറ്റു. പാർട്ടി എന്തായാലും നടക്കണം. അതെ റാം,
ഇന്നത്തെ ദിവസം മുഴുവൻ നീ കൺഗ്രാറ്റ്സ് കേട്ട് കാണും അല്ലേ? കണ്ടോ ടിവിയിൽ നിന്നെ എങ്ങനെയാ കാണിക്കുന്നതെന്ന്? സന്തോഷമായി. നന്നായടാ. ഞാൻ വിചാരിച്ച നീ മാൻ ഓഫ് ദ മാച്ച് എന്നാ. ഇപ്പൊ നീ മാൻ ഓഫ് ദ സീരീസ് ആയാലോടാ. പ്ലീസ് സ്റ്റോപ്പ് ദിസ്. എന്തു പറ്റി? എന്റെ പെർമിഷൻ ഇല്ലാതെ ആരാണ് എന്റെ ഫോട്ടോസ് മീഡിയക്ക് കൊടുത്തത്? അതെന്താ ഈ ഫോട്ടോ മാറ്റി വേറെ ഫോട്ടോ കൊടുക്കണോ? ചെറിയ ചായം സീരിയസ്. അത് ഞാനാ കൊടുത്തേ അപ്പു. ഇവരാണോ ഇത് കൊടുത്തത്? റാമിനോട് ചോദിക്കാതെ ഫോട്ടോസ് കൊടുത്തെങ്കിൽ ഇവരുടെ ഉദ്ദേശം എന്തായിരിക്കും? ഞാനാ ഫോട്ടോസ് കൊടുത്തേ. എന്തിനാ മേമ ഇതൊക്കെ? അറ്റ്ലീസ്റ്റ് കൊടുക്കുന്നതിന് മുന്നേ എന്നോടൊരു വാക്ക് ചോദിച്ചിടായിരുന്നോ? ഓ, പെർമിഷൻ എടുക്കണമായിരുന്നോ? അങ്ങനെയല്ല മേമ. സോറി, ഞാൻ അറിഞ്ഞിരുന്നില്ല. ഈ കാര്യം നിന്നെ ഇത്രയും ഹേർട്ട് ചെയ്യുന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എല്ലാവരും ചോദിച്ചിരുന്നു, നിന്റെ മകൻ ആരാ, ദേശായി കുടുംബത്തിന്റെ അവകാശി ആരാണെന്ന്. നീ ശരിക്കൊരു ബിസിനസ്മാൻ അപ്പു. ഇതൊക്കെ നീ എത്ര കാലം വെച്ചിട്ടാണ് മറച്ചു വെക്കുക? ഒരു സോഷ്യൽ മീഡിയയിൽ പോലും നീ ആക്റ്റീവ് അല്ല. നിനക്ക് സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് പോലും ഇല്ല. എന്നിട്ട് നീ ഒരു ഇന്റർവ്യൂ കൊടുത്തല്ലേ അപ്പു? അതും കേട്ട് അവര് വെറുതെ ഇരിക്കുന്നാണോ നീ വിചാരിച്ചത്? ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം അത് മീഡിയയിൽ വരേണ്ട കാര്യമല്ലേ അപ്പു? ഇറ്റ് വാസ് ബോund ടു ഹാപ്പൻ. ഇന്ന് ഈ പ്രപഞ്ചത്തിന് തന്നെ മനസ്സിലായിട്ടുണ്ട് എന്റെ മകൻ ആരാണെന്ന്. ശ്രീരാമൻ ആരാണെന്ന് ഈ ലോകത്തിന് മുഴുവൻ മനസ്സിലായിട്ടുണ്ട്. ആൻഡ് ഐ ആം സോ പ്രൗഡ് അബൌട്ട് ഇറ്റ്. എനിക്ക് നിന്നെ ഓർത്ത് എത്രമാത്രം അഭിമാനം ഉണ്ടെന്ന് അറിയാവോ? ഐ ആം സോ പ്രൗഡ് അബൌട്ട് യു അപ്പു. സോ പ്രൗഡ്. മേം എങ്ങനെ ചെയ്യുന്ന ആരും പ്രതീക്ഷിച്ചില്ല. സീത നിന്നോട് എന്തു പറഞ്ഞു? എന്തെങ്കിലും ഒന്ന് പറയടാ. നീ ഇങ്ങനെ മിണ്ടാതിരുന്ന ഞാൻ എന്താ മനസ്സിലാക്കേണ്ടേ? എടാ നീ പറ, ആമൈ ചീറ്റർ? നിന്റെ കണ്ണിൽ എന്നെ കണ്ടിട്ട് ഒരു കള്ളനായിട്ടോ ചതിനായിട്ടോ ഒക്കെ തോന്നുന്നുണ്ടോ? നീ ഇത് എന്തൊക്കെയാടാ പറയുന്നേ? എടാ എനിക്ക് മനസ്സിലാവുന്നില്ല, മേമയ്ക്ക് എങ്ങനെ എന്നോടത് ചെയ്യാൻ തോന്നി? അത്ര വലിയ എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? I can't believe this, man. Can't believe this. അതായത് സീത കാര്യങ്ങളെ തെറ്റായിട്ടാ മനസ്സിലാക്കിയേ. അല്ല, നീ എന്ത് കാരണം കൊണ്ടാ നിന്റെ ഐഡന്റിറ്റിയെ മറച്ചു വെച്ചതെന്ന് അവരോട് പറഞ്ഞിട്ടും അവർക്കത് മനസ്സിലായില്ലേ? സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയില്ലല്ലേ? ഓൾ ഓഫ് എ സഡൻ ബെസ്റ്റ് ഫ്രണ്ട് എന്ന സ്ഥാനത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് ബോസ് എന്ന സ്ഥാനത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഒരു നിമിഷം കൊണ്ട് എന്നെ പിടിച്ച് മാറ്റി നിർത്തിയിടാ. രാവിലെ ഞാൻ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞറിയുന്നതിന് മുന്നേ മറ്റാരെങ്കിലും പറഞ്ഞാൽ അവർക്കത് സങ്കടമാവുന്നല്ലേ? അതുപോലെ തന്നെ ആയില്ലേ? ഞാൻ അവളോട് പറയുന്നതിന് മുന്നേ ഇവിടുത്തെ ന്യൂസും മീഡിയയും എല്ലാം കൂടെ പറഞ്ഞ് എല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലടാ. നീ ഇങ്ങനെ വിഷമിക്കില്ലേ റാം?
സീതയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലാക്കി വരാനായിട്ട് ടൈം എടുക്കില്ലേ? മനസ്സിലാക്കുന്നതിന് മുന്നേ എന്നെ തെറ്റിദ്ധരിച്ചില്ലടാ. എടാ, ഇതെല്ലാം കാണുമ്പോണ്ടല്ലോ, ഇതൊന്നും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ ഫോൺ ദാ സീതമ്മ. വാശി പിടിച്ചത് മതി, ആദ്യം നീ ഭക്ഷണം കഴിക്കാൻ വാ. എനിക്ക് ഭക്ഷണം വേണ്ട സീതമ്മ. എന്റെ ഫ്രണ്ട് ഭക്ഷണം കഴിക്കാതെ പോയത്. വീട്ടിൽ ചെന്നിട്ട് ഹലുവെങ്കിലും അവൻ കഴിച്ചോന്ന് എനിക്കറിയണം. എന്നാലേ ഞാൻ ഭക്ഷണം കഴിക്കൂ. നീ എന്താ എനിക്ക് ഫോൺ തരാത്തെ? എന്താന്ന് വെച്ചാ അദ്ദേഹം ഇനി മുതൽ നമ്മുടെ ഫ്രണ്ട് അല്ല, അതുകൊണ്ട്. അദ്ദേഹം ഞങ്ങളുടെ കമ്പനിയുടെ ബോസാ. ബോസും എംപ്ലോയീസും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാൻ പറ്റില്ല. അതിന് ഞാൻ എംപ്ലോയീസ് അല്ലല്ലോ സീതമ്മ. അത് എംപ്ലോയീസ് അല്ല, എംപ്ലോയീസ്. അതെ, അത് ഞാനല്ല. അവൻ എന്റെ ഫ്രണ്ട്, ഞാൻ അവന്റെ ഫ്രണ്ട്. നീ എന്റെ ഫ്രണ്ടിനെ ഒരുപാട് ഹേറ്റ് ചെയ്തു. സോറിയും പറഞ്ഞില്ല, കൺഗ്രാറ്റുലേഷനും പറഞ്ഞില്ല. അവൻ ഇപ്പോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിയണം. ഫോൺ തന്നെ. സിഹി, നീ എത്രയൊക്കെ ചോദിച്ചാലും ഞാൻ ഫോൺ തരുന്ന പ്രശ്നമില്ല. ഇനി വെറുതെ അവനെ അങ്ങോട്ട് വിളിക്കാനൊന്നും നിൽക്കണ്ട. അവര് നമ്മളെ പോലെ ഒന്നും അല്ല സിഹി. അവര് വലിയ ആൾക്കാരാ, പണക്കാര്. അവരുടെ അടുത്തുനിന്ന് ശമ്പളം വാങ്ങിയിട്ടാ നമ്മൾ നിൽക്കുന്നത്. ഇങ്ങനെ തോന്നിയതുപോലൊന്നും വിളിക്കാൻ പറ്റില്ല സിഹി. അവന് വെറുതെ ഫോൺ ചെയ്യുന്നത്, വിളിക്കുന്നത്, വാശി പിടിക്കുന്നത്, ഇതെല്ലാം ഇന്നത്തോടെ നിർത്തിക്കോ. മനസ്സിലായോ? ആ അന്തരം നിനക്കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടായി പറയുന്നത്. അന്തരെന്ന് വെച്ചാ ഡിസ്റ്റൻസ്. ഇത്രയാ? ഞങ്ങളുടെ PT പീരീഡില് എല്ലാരും ഇത്ര ഡിസ്റ്റൻസ് ഇട്ടിട്ടാ നിക്കുന്നത്. ഞാനും അത്ര ഡിസ്റ്റൻസ് ഇട്ടിട്ട് സംസാരിച്ചോളാം സീതമ്മ. പ്ലീസ് ഫോൺ തരുവോ? സിഹി, വാശി പിടിക്കണ്ട, കഴിക്കാൻ വാ. സീതമ്മ ഫോൺ പോലും തരുന്നില്ല. എനിക്ക് നിന്നെ ഒരുപാട് ഓർമ്മ വരുന്നുണ്ട് ഫ്രണ്ട്. കൊറേ ഓർമ്മ വരുന്നുണ്ട് ഫ്രണ്ട്. നീ എന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവല്ലേ? ക്യാരറ്റ് ഹലുവ തിന്നോ? എങ്ങനെയുണ്ട്?